നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ തോരനായിട്ടാണ്. ഞാൻ ഓൾറെഡി ചിക്കൻ്റെ തോരൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ കുറേ പേര് കണ്ടിട്ടില്ല. കാണാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇടുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചിക്കൻ്റെ തോരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണൂർ സ്പെഷ്യലാണ്. അപ്പോൾ ഈ റെസിപ്പി കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധചേച്ചിയില്ലേ, സുധചേച്ചിനെ എത്ര പേര് അറിയും? നമ്മൾ വിനാസ് കറിവെള്ളിന് ചാലഞ്ച് ചെയ്തിട്ടുള്ള സുധചേച്ചി പ്രൈസ് ഒക്കെ കൊടുത്തിട്ടില്ലേ? അപ്പൊ ചേച്ചി നാട്ടിൽ പോയി. അപ്പൊ ചേച്ചി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചേച്ചിക്ക് എന്നെ കാണുന്ന ഒരു ആഗ്രഹം പറഞ്ഞു. ഞാൻ അവരെ വീട്ടിൽ പോയി സംസാരിച്ച് കണ്ടു. നമ്മുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതേപോലെ കണ്ണൂർ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ തോരൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പൊ ശ്രുതി പറഞ്ഞ റെസിപ്പിയിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ നാട്ടിൽ പോവാണ്. ഇനി നാട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ എന്നാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. നാട്ടിലെ പരിസ്ഥിതികളൊക്കെ അനുസരിച്ച് വേണം അതൊക്കെ തീരുമാനിക്കാൻ. അപ്പൊ എന്തായാലും 2 ദിവസം പോയി റെസ്റ്റ് എടുക്കട്ടെ. അമ്മയുടെ കൂടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഞാൻ ചെല്ലുമ്പോൾ മഴയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു എന്താ പറയാ, ശരിക്കും ഒരു ഹോളിഡേ അടിച്ചു പൊളിക്കാൻ പോവാണ്. പക്ഷെ ഞാൻ വരുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ 1 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്നെ മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കാണാത്ത വീഡിയോസ് കാണാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോസ് കുറേ പേര് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്ലോഗ് മാത്രമല്ല, നമ്മുടെ കുക്കിംഗ് വീഡിയോസും കാണാം. മെയിൻ അതാണ്. കുക്കിംഗ് വീഡിയോസ് തുടങ്ങിയിട്ടാണല്ലോ നമുക്ക് വിനാസ് കറിവെള്ളിൽ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. നാടനാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ മിസ് ചെയ്യുമ്പോൾ ഓടിപ്പോയി ഒന്ന് കാണാം. അതായത് വ്യൂ കുറവുള്ളത് കാണാൻ ശ്രമിക്കാം. പിന്നെ കുറച്ച് വ്യൂ ആയിക്കോളൂ അതിന്. അപ്പോൾ അതൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളത് വേണ്ട പോലെ ചെയ്തോളും എന്നും എനിക്കറിയാം. അപ്പോൾ ഒട്ടും താമസിക്കണം. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചിക്കൻ, അതായത് ഇപ്പോൾ ഒരു ഏകദേശം 1 കിലോളം അടുത്ത് വരും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വിനീഗർ ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒരു 10 മിനിറ്റ് വെച്ച് അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുള്ള ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കൻ്റെ പീസസാണിത്. ഞാനിപ്പോൾ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, എല്ലോട് കൂടിയുള്ള ചിക്കൻ. അതേസമയം നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. പക്ഷേ എല്ലോട് കൂടിയുള്ളതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായി എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മീൻ ചട്ടി ഉണ്ടെങ്കിൽ മീൻ ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയുള്ളിയും കൂടെ ചേർത്തുള്ളൂ കേട്ടോ, ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നതാണ്, ചതച്ചിട്ടാലും മതിയാകും. മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 15 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം എരിവ് അനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിവിടെ 15 മുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവ് വേണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമുളകും കുരുമുളകുമാണ് ഇതിൻ്റെ എരിവ് എന്ന് പറയുന്ന സംഭവം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുൻപ് 1 പോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം അതുപോലെ ആദ്യം തന്നെ ചെയ്യണ സ്റ്റെപ്പ്. പിന്നെയാണ് നമുക്ക് ചെറിയൊരു മാറ്റം ഉള്ളത്. അപ്പോൾ അതിലോട്ട് ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരുപാട് പുളി വേണ്ട ഈ സംഭവത്തിന്, ചെറിയൊരു പുളി മാത്രം മതി. അതുകൊണ്ട് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റെസിപ്പി അനുസരിച്ച് ഇതിൽ മുളക് പൊടി സാധാരണ അവർ ചേർക്കാറില്ല. പക്ഷെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണത്. കാശ്മീരി മുളക് പൊടി ആയാലും മതി, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വേണ്ടത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി അങ്ങ് തിരുമ്മിയെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ നോക്കണം. അഥവാ ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് ഞരടുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഞാനിവിടെ ബാച്ചിലേഴ്സിനൊക്കെ ചെറിയുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ
പലവർക്കും ചെറിയുള്ളിയുടെ തൊലി കളയാൻ മടിയാണെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ചെറിയുള്ളി ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കേമായിരിക്കും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഞരടി കൊടുക്കും. ഇത് തന്നെ മതി ചോറുണ്ണാൻ. എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. കാരണം നമ്മൾ ചിക്കൻ ചേർപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഉപ്പ് ഭാഗമാണ്. ഒരല്പം ഉപ്പ് മുന്നോട്ട് നിന്നാലാണ് ചിക്കനും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സവാള ഒരുപാട് കൂടുതൽ പോലെ തോന്നും. പക്ഷേ ഇത് കുക്കായി എല്ലാം റെഡിയായി വരുമ്പോൾ പാകത്തിന് ഉണ്ടാവുള്ളൂ. ഇനി ചിക്കനും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രുതി പറഞ്ഞെന്ന റെസിപ്പിയാണത്. പിന്നെ എൻ്റേതായ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇതിലോട്ട്. ഇത് നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാല ഫ്രീ ചിക്കൻ തോരനാണിത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് വേറെ പണികളൊന്നുമില്ല. നാളികേരം തേങ്ങ വറക്കുന്ന ടൈം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അഥവാ ഇപ്പോൾ നാട്ടിലേക്കുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കിംഗ് ടൈം കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട, കുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പകുതി വേവ് ആവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല. കാരണം പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് ഇവിടുത്തെ. മാത്രമല്ല ഇതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാൻ പോകുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ള തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പ് നമുക്ക് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ വറക്കണം. അതിന് വേണ്ടി ഒരു കടായി വെക്കുക. അതിലോട്ട് ഒരു അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1.5 മുറി തേങ്ങയോളം വരും. അത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് വറുത്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ താഴത്തെ ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നാളികേരത്തിൻ്റെ, അതായത് തേങ്ങയുടെ മേലത്തെ ഭാഗം അങ്ങ് ഫ്രൈ ആയി കിട്ടൂല. അവനെ സുധ ചേച്ചിനെ കാണാൻ പോയപ്പോൾ ശ്രുതി പറയുകയാണ് അവരുടെ നാട്ടിൽ, അതായത് കണ്ണൂരാണ് അവരുടെ നാട്. അപ്പോൾ കണ്ണൂരിൽ അവരുടെ വീട്ടിലത്തെ ഭയങ്കര ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. നല്ല സ്പൈസിയാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ റെസിപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്താ, നമ്മുടെ 1 പോട്ട് ചിക്കൻ കറി, അതിലോട്ട് ഇതുപോലെ നാളികേരം, അതിൽ കുറച്ച് തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് അവരുടെ ചിക്കൻ തോരൻ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായി തോന്നി. ഞാൻ ഉണ്ടാക്കി നോക്കി. നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ ജാൻചേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാനിവിടെ കൂടുതൽ മുൻതൂക്കം നൽകിയത് പച്ചമുളകിനാണ്. പച്ചമുളകും കറിവേപ്പിലേക്കാണ്. അവർ കൂടുതൽ ഇട്ടുണ്ടായിരുന്നതിൽ കുരുമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതേസമയം പച്ചമുളകാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അപ്പോൾ കുരുമുളക് മാത്രമായപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന് ഒരു മധുരരസം മുന്നോട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ എങ്ങനെയാണ് പ്രിഫറൻസ് അനുസരിച്ച് മാറ്റി കൊടുക്കാം. എന്തായാലും ഇത് ഗോൾഡൻ കളർ ആവട്ടെ. അപ്പോൾ താങ്ക് യു ശ്രുതി, താങ്ക് യു സുധ ചേച്ചി ഫോർ ദ റെസിപ്പി. ഇപ്പോൾ തേങ്ങ ഫ്രൈ ആയിരിക്കുന്ന ഒരു പകുതി വരെ ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കുറച്ചും കൂടെ ആവാനുണ്ട്, നന്നായി ആവാനുണ്ട്. കാരണം നല്ല കളർ വരണം. അപ്പോഴാണ് ആ ഭംഗി ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഇടയ്ക്ക് ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ പാത്രം ആയതുകൊണ്ട് അടി പിടിക്കില്ല. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആവാനുണ്ട്. പകുതി വരെ കുക്കായിട്ടുണ്ട് നമ്മുടെ ചിക്കനും. ഇനി നമുക്ക് ആ ചിക്കൻ വെന്തതിന് ശേഷം മാത്രമാണ് ഈ സംഭവം അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ പൊടിയല്ല, ചതച്ച് നന്നായിട്ട് ഒരു തരി പോലെ ആയിട്ട് ഇരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ചതച്ചിട്ടുള്ള കുരുമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ അളവും നമ്മൾ മാറ്റം വരുത്തണം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചതച്ച കുരുമുളക് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ പച്ചമുളക് നിറയെ ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ റെസിപ്പിയിൽ അവർ കുരുമുളക് എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ കുരുമുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല തരിയായി പൊടിച്ചിരിക്കുന്ന കുരുമുളക് 1 ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടിയുള്ള ആ തേങ്ങയിലോട്ട് ആ കുരുമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരട്ടിയെടുക്കുന്ന സമയത്ത് എല്ലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലോട് കൂടി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം കുറച്ച് എല്ലൊന്ന് റിമൂവ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കുക്കായെന്ന് നോക്കണം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് ചിക്കൻ കുക്കായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം അങ്ങ് വറ്റിച്ച് കളയാം. അപ്പോൾ നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി വരട്ടി എടുക്കണം. ആ സമയമാകുമ്പോഴേക്കിനും നന്നായി റെഡി ആകുമ്പോൾ തന്നെ ഇതിനുള്ളിൽ നിന്നെല്ലാം ആ ചിക്കൻ്റെ
എല്ലൊക്കെ തന്നെ ഇങ്ങനെ മാറി വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം എടുക്കാം. ഓക്കെ, അപ്പോൾ അതിലത്തെ കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലിട്ട് വരട്ടി നല്ല ഒരു പരുവാവുന്ന വരെ അങ്ങ് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവസാനം നമ്മൾ എന്തായാലും ഇത് എടുക്കുന്ന സമയത്ത് ഒരു അല്പം വെളിച്ചെണ്ണ അന്ന് മുകളിൽ കൂടെ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലൊക്കെ ഇങ്ങനെ ഇതേപോലെ അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ അങ്ങ് വിട്ട് വരും. അവസാനം എല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ എല്ലൊക്കെ എടുത്ത് കളയും. കാരണം എൻ്റെ പിള്ളേർക്ക് എല്ല് കളിക്കണമെന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഇതിലത്തെ മാംസം ഇതിലിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചെയ്യാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇവിടെ അമ്മാമ്മ സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റിൽ നമ്മൾ ഒരുപാട് കറിവേപ്പില ഇടില്ലേ, അതുപോലെ തന്നെ കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതോറും നല്ലതാണ്. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഇതിൽ മല്ലിയിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. മല്ലിയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ടേസ്റ്റ് മാറിപ്പോവും. ഒരിച്ചിരി ഉപ്പ് കുറവുണ്ട്. എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാൽ മതി. ഞാൻ അവസാനം എന്തായാലും 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. അത് എൻ്റെ എല്ലാ നാടൻ റെസിപ്പിയിലും ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോളാക്കിയിട്ട് ഉപയോഗിക്കും. അതായത് നമ്മുടെ റുമാലി റൊട്ടി ഇല്ലേ, റുമാലി റൊട്ടിയുടെ കൂട്ട് പോലെ കുഴച്ചതിന് ശേഷം ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിലോട്ട് നമ്മൾ ഇത് സ്റ്റഫ് ചെയ്തിട്ട് അങ്ങ് റോൾ ചെയ്ത് ഓഫീസിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും കുക്കുമ്പറൊക്കെ അരിഞ്ഞ് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു റോളായിട്ട് മാറ്റാം. ഷവർമ റോൾ പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണിത്. നല്ല ഫില്ലിങ്ങും ആണല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഒരുപാട് ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചകിരി പോലെ ആവും, ഒരു ഭയങ്കര കട്ടി പോലെ വരും. അതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്തിന് നമുക്ക് ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാൻ അധികം പച്ചമുളകൊന്നും വേണ്ട. ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി മാത്രം 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, ഒരു പഴുത്ത മുളക് ആയിക്കോട്ടെ അല്ലേ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ അടച്ച് വയ്ക്കാൻ 2 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി കഴിക്കാനും ടേസ്റ്റാണ്, ചൂടാറിയാലും ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെയും, ബ്രെഡിൻ്റെയും പൂരിയുടെയും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്യാം. അതിന് നമ്മുടെ ചിക്കൻ തോരൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടാ. ചൂട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണെന്ന് പറയുമ്പോൾ കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്. എങ്ങനെ സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതാണ്. സ്വയം പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാലല്ലേ മക്കളെ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ വീണാസ് കറിവേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിൽ ഓൾവേസ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ ഏത് വീഡിയോ ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാനിവിടെ റുമാലി റൊട്ടി അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. റുമാലി റൊട്ടിയുടെ സെയിം മാവ് തന്നെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കഴിക്കുന്നില്ല, എനിക്ക് നാളെ ട്രാവൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നോൺ വെജ് ഒന്നും ഞാൻ കഴിക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് വയറിനൊക്കെ ഒരു സുഖം കിട്ടുക. അപ്പോൾ ഇത് അടിപൊളിയാണ്, ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഷവർമ പോലെ റോൾ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ ഫില്ലൊക്കെ ചെയ്തിട്ട് നമ്മുടെ പിള്ളേരുടെ ബസ്സിലത്തെ ഡ്രൈവർക്ക് ഞാനിക്കും കൊടുക്കാനാണ്. ഇന്ന് ക്ലാസ് പാർട്ടിയാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഹോം മെയ്ഡ് ഐറ്റംസ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാട്ടിൽ പോയിട്ട് തകർക്കാൻ പോവുകയാണ്. നാട്ടിലത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ. See you, Gutti. Are you taking a video? The video? Gori Chechi. But Christina.
I need to show my mom how you eat. Second pizza is also over. Dude. Did your mom make a mistake? Do you all know Veena's Curryworld? Anyone knows? Yeah? Yeah? Food makes me jealous. You like the... Yes. You like the donuts? Hey, mom, look it up. Yeah,